ഹായ് എവരിവൺ. സോ ദിസ് ഈസ് അഗെയിൻ ദ മൈസൂർ വ്ലോഗ്. ഇത് ഇപ്പോൾ ഈ കാണുന്നത് ടിപ്പു സുൽത്താൻ ഡെത്ത് പ്ലേസ് ആണ്. അതായത് ടിപ്പു സുൽത്താൻ വെടിയേറ്റ് മരിച്ചു കിടന്ന സ്ഥലമാണ്. ടിപ്പു സുൽത്താൻ ഡെത്ത് പ്ലേസ്, സമ്മ പാലസ് ആൻഡ് ഗുംബസ്, ഓൾ ദോസ് വെയർ ക്ലോസർ ടു ഈച്ച് അതർ. അപ്പം ഞങ്ങൾ സമ്മ പാലസും ഗുംബസും കാണാനായിട്ട് പോകുന്ന വഴിയിലാണ് ഞങ്ങളുടെ ടാക്സി ഡ്രൈവർ ഞങ്ങളെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ആ ഡെത്ത് പ്ലേസിലൊന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. ഈ പറയുന്ന 3 സ്ഥലങ്ങളും അടുത്തടുത്ത് തന്നെയാണ്. ഇത് ഞങ്ങൾ സമ്മർ പാലസിലേക്ക് പോകുന്നതാണ്. അപ്പോൾ പണ്ട് ടിപ്പു സുൽത്താൻ്റെ കാലത്ത് പണിത ഒരു ഫോർട്ട് ഗേറ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ആൻഡ് ആ ഫോർട്ട് ഗേറ്റിൽ കൂടെ നേരെ പോകുന്നത് നമ്മൾ സമ്മർ പാലസിലേക്കാണ്. പക്ഷേ സമ്മർ പാലസ് ഷൂട്ട് ചെയ്യാൻ അലൗഡ് അല്ല. സമ്മർ പാലസിനകത്ത് ക്യാമറയോ മൊബൈൽ തന്നെ വീഡിയോ പകർത്താൻ പാടില്ല. പിന്നെ അങ്ങനെ പകർത്തുകയാണെങ്കിൽ അവർ 1 lakh rupees ഫൈൻ എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അകത്ത് വീഡിയോ ഒന്നും എടുത്തില്ല. ജസ്റ്റ് സമ്മർ പാലസ് കയറി കണ്ടു, എന്നിട്ട് തിരികെ ഇറങ്ങി. ഇവിടെ എല്ലാം ചെല്ലുമ്പോൾ നമുക്ക് മോസ്റ്റ് കോമൺലി കാണാൻ സാധിക്കുന്നത് കുതിരവണ്ടികളാണ്. ഈ സമ്മർ പാലസും ഗുംബസും ഡെത്ത് പ്ലേസും എല്ലാം ശ്രീരംഗപട്ടണ എന്ന സ്ഥലത്താണ് കേട്ടോ. ശ്രീരംഗപട്ടണ ടെമ്പിളിൽ പോയിട്ടുള്ളത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് ഗുംബസ് ആണ്. ഗുംബസ് എന്ന് പറയുന്നത് ടിപ്പു സുൽത്താൻ്റെ ഖബറുള്ള സ്ഥലമാണ്. ടിപ്പു സുൽത്താൻ ആൻഡ് പുള്ളിയുടെ റിലേറ്റീവ്സ് എല്ലാവരും ഈ ഗുംബസിൽ തന്നെയാണ്. അവരുടെ എല്ലാം ഖബർ കാണാൻ സാധിക്കുന്ന ഗുംബസിൽ തന്നെയാണ്. നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് അവിടെ. നിറയെ ചെടികളും മരങ്ങളും നമുക്ക് സമാധാനമായി പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് ഗുംബസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇപ്പോഴും. ഐ വുഡ് സേ Gumbas is located on the middle of a beautifully landscaped garden. ടിപ്പു സുൽത്താൻ്റെ പാരൻസിൻ്റെ ഖബറും ഈ ഗുംബസിൽ തന്നെയാണുള്ളത്. ഒത്തിരി ഖബർ കാണാൻ സാധിക്കും കേട്ടോ അതിനകത്ത് കയറി കഴിഞ്ഞാൽ. then അവിടെ പ്രത്യേകിച്ച് അധികം കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പെട്ടെന്ന് കണ്ടിട്ട് പുറത്തിറങ്ങുമ്പോൾ വളരെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഞാൻ 2009 കോളേജ് പഠിക്കുന്ന സമയത്ത് അവിടെ പോയപ്പോഴും ഈ ഷോപ്പിംഗ് എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ജൂട്ട് ബാഗ്സ് തന്നെയാണ് കൂടുതലും കാണുന്നത്. പിന്നെ കുറച്ച് നല്ല ഭംഗിയുള്ള വൈറ്റ് കുതിരകളെ കാണാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ ശ്രീരംഗപട്ടണ അത്യാവശ്യം എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് തിരികെ റൂമിലേക്ക് പോകുന്നതാണ്. Srirangapatna is basically a small village which is on the Mandya district in Karnataka and which is on the northeast side of Mysore. And the important thing I forgot to tell is that Srirangapatna is an island formed by the river Kaveri. In that place we get the fruits, vegetables in very low prices. അത്രയും റേറ്റ് കുറഞ്ഞ് നമുക്ക് അവിടെ നിന്ന് ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാങ്ങിക്കാൻ സാധിക്കും. This is an historic place in Srirangapatna, the water gate. So until the next video, bye.